നൈസാണോ? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് അറിയോ, അരി ഒരു 80% കൂടുതൽ വെന്ത് പോകാൻ നോക്കണം കേട്ടോ. പിന്നെ മമ്മി ഞങ്ങൾക്ക് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചുകൊണ്ട് അത് സുഖമായി. അങ്ങനെ നമ്മുടെ പാനിലേക്ക് 3 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിതാ ഏകദേശം വെന്ത് വന്നു. ഇത്ര വേവേ പാടുള്ളൂ, അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവേ. അങ്ങനെ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് ഒന്ന് ലൈറ്റായിട്ട് പനീർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചൂട് പാനിലേക്ക് ഗാർലിക്കും ഒനിയനും ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കിട്ടും. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ക്യാബേജും ക്യാപ്സിക്കും സ്പ്രിംഗ് ഓണിയനും കൂടിയാണ് ഇട്ടേക്കുന്നത്. അതിൽ കുറച്ച് സോയാ സോസും ഉപ്പും കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും പനീറും കൂടി ഇട്ടാൽ ലാസ്റ്റായിട്ട് നമ്മുടെ വേവിച്ച് വെച്ച അരിയും കൂടി ഇട്ടാണ്ടല്ലോ, ആഹാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മഷ്റൂം പനീർ ചില്ലിയുടെ ഒപ്പം പിടിച്ചാണ്ടല്ലോ സംഭവം പൊളിക്കും.